ിലേക്ക് കടക്കാം. കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ പുരോഗമിക്കുന്നു. തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ ആചരിക്കുന്നത്. അല്പസമയത്തിനകം കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം നടക്കും. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എല്ലാ കാലത്തും ഈ എടവനക്കാട് നിവാസികളുടെ ആവശ്യമാണ് ഒരു സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ കടൽ കയറാത്ത വീട് എന്നത്. ഇത്തവണയും അതേ ആവശ്യം തന്നെ ഉന്നയിച്ച് അവർ ഹർത്താലിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഹർത്താലിന്റെ വിവരം? ഹർത്താൽ പൂർണ്ണമാണോ? സുവി, രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധക്കാരും കളക്ടറുമായിട്ടുള്ള യോഗം ഇപ്പോൾ കളക്ടറേറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ ജനകീയ സമിതിയുടെ പ്രതിനിധികളും പഞ്ചായത്ത് അംഗവും പങ്കെടുക്കുന്ന യോഗമാണ്. ഈ യോഗത്തിൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുക്കുമെന്ന് ഇവർക്ക് ഉറപ്പായാൽ മാത്രമേ കടുത്ത പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പ്രദേശവാസികൾ ഉള്ളത്. ഇന്ന് രാവിലെ ഈ എടവനക്കാട് കുഴിപ്പള്ളിയിൽ നിന്നും എടവനക്കാടേക്ക് വലിയ രീതിയിൽ ഈ പ്രതിഷേധക്കാർ ഒരു വലിയൊരു പ്രതിഷേധ മാർച്ച് തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ യോഗം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമായിരിക്കും ഈ ഹർത്താലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലുള്ള പ്രതിഷേധവും ഒക്കെ ഇതിൽ നിന്നൊക്കെ പ്രദേശവാസികൾ പിന്മാറുകയുള്ളൂ. 20 വർഷമായി ഇവരുടെ ആവശ്യമാണ് ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടുന്നതിനായി കടൽ ഭിത്തി അല്ലെങ്കിൽ ടെട്രോപോഡ് നിർമ്മാണം വേണമെന്നുള്ളത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരെ കേൾക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഒരു പരിഹാരം കാണാൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഇവർ തീരുമാനിക്കുകയും ഇന്നലെയും റോഡ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കും നാട്ടുകാർ കടന്നത്. കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. കടൽക്ഷോഭത്തെ തുടർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർ വെച്ചു പുലർത്തുന്നത്. സ്ഥിരമായി ഈ എടവനക്കാട് പഞ്ചായത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടാവുകയും നാട്ടുകാർ തെരുവിലിറങ്ങുന്ന റോഡിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അന്നും ഇതേ രീതിയിൽ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കാറില്ല. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് നവമി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പ്രത്യാശയോടെ കാത്തിരിക്കാം. എടവനക്കാടുകാർക്ക് വേണ്ടി ഇത്തവണയെങ്കിലും അവരുടെ ആഗ്രഹത്തിനൊത്ത രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്. കോഴിക്കോട് മലയോരത്ത് മഴയ്ക്ക് ശമനം. പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയുമെല്ലാം കര കവിഞ്ഞാണ് വെള്ളക്കെട്ടിന് കാരണമായത്. റോഡുകളിലും വെള്ളക്കെട്ടുണ്ട്. മാവൂർ പഞ്ചായത്തിലെ ആയംകുളം, പള്ളിയോൾ, പുത്തൻകുളം, നെച്ചിക്കോട്ട് കടവ് തുടങ്ങിയ ഭാഗങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. വയലുകളിൽ വെള്ളം കയറിയതോടെ വ്യാപകമായി വാഴകൃഷി നശിച്ചു. ശക്തമായ മഴയിൽ പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ റോഡുകളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. വലിയ കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. ഗതാഗതക്കുരുക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ വലയുകയാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്ദ്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക് അത് കാരണം പട്ടാമ്പിയിലേക്ക് തന്നെ വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഈ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഴക്കാലം വരുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള കുഴികളാണ്. ആ കുഴികളൊന്ന് അടയ്ക്കാൻ അധികൃതരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗതാഗത കുരുക്കുന്ന നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇത് പലതരത്തിലുള്ള രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, ജോലിക്ക് പോകുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജനങ്ങളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഈ പട്ടാമ്പി ടൗണിൽ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുഴികൾ എത്രയും പെട്ടെന്ന്, ഇനി ടാറ് എന്നുള്ളതൊക്കെ ഈ ഒരു മഴക്കാലത്ത് പ്രായോഗികമല്ല എന്നാണ്, കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടെങ്കിലും ആ കുഴികൾ അടച്ചിട്ടുള്ള ഒരു ഇത് ചെയ്തു തന്നിരുന്നുവെങ്കിൽ ആളുകൾക്ക് വലിയ രീതിയിലുള്ളൊരു സഹായകരാവും.
കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലുണ്ടായ യാത്രയും ആശങ്ക നിറഞ്ഞതായി. മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ്. മുൻവർഷങ്ങളിൽ മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2017 ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 6 മലയിടിച്ചിലുകളാണ് ഗ്യാപ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 ജൂലൈ 7-നാണ് അവസാനം ഗ്യാപ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത്. 30 മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത്. 2019 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത്. 2019-ലും 2020-ലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ് റോഡിന് താഴ്ഭാഗത്ത് വലിയ കൃഷിനാശവും സംഭവിച്ചിരുന്നു. ന്യൂസ് 18 മൂന്നാർ. കാലവർഷത്തെ തുടർന്നുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ കോഴിക്കോട് കാപ്പാട് തീരദേശപാത കടലെടുത്തു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതുക്കിപ്പണിത ഭാഗമാണ് വീണ്ടും കടലെടുത്തത്. കടലാക്രമണം തടയുന്നതിനായി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 ദിവസമായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിലാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശപാത തകർന്നത്. വഴിയുടെ 3 ഭാഗങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ സംരക്ഷണത്തിനായി തൂവപ്പാറയിൽ നിർമ്മിച്ച കടൽഭിത്തികളുടെ അടിഭാഗം പൂർണ്ണമായി കടലെടുത്തു. മഴ കനത്താൽ റോഡ് പൂർണ്ണമായി ഒലിച്ചുപോകുന്ന നിലയാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും കൊയിലാണ്ടി ഹാർബറിലേക്കുമുള്ള പ്രധാന പാതയാണ് തകർന്നത്. അപകടാവസ്ഥയെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. 6 മാസം പോലെ ബ്ലോക്ക് ഇതേമാതിരി ഇപ്പം യാത്ര മണിക്ക് കിടക്കല്ലേ. അന്നേരം പക്ഷേ കോറി വേസ്റ്റ് ഇട്ട പ്രക്ഷോഭമൊക്കെ ആയിട്ട് കോറി വേസ്റ്റ് ഇട്ടു. അന്നേരം പറഞ്ഞു ഇത് അടുത്ത പുതിയ റോഡ് വരുന്ന പറഞ്ഞു. പുതിയ റോഡ് ഇപ്പോൾ വരുന്ന നാളെ വരുമോ ഇല്ലല്ലോ. അതാ പറയാം. അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പറയാം 9 ലക്ഷം റുപ്യ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇത് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവരോട് നിങ്ങൾ ഈ പടിഞ്ഞാറ് ബ്ലോക്ക് ചെയ്യാതെ ഇങ്ങനെ കോറി വേസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് അടുത്ത ജൂൺ ജൂലൈ വരുമ്പോൾ കടലെടുക്കൂലേ എന്ന് പറയാം. അതാ പറയാം അത് താൽക്കാലികമാണ്, പുതിയ റോഡ് വരുന്ന പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് തകർന്നതോടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കൂളിലയക്കാനും ആശുപത്രിയിൽ പോകാനുമൊക്കെ ചുറ്റിക്കറങ്ങണം. കൊയിലാണ്ടി ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും ഇതിലെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബറിൽ പോകണമെങ്കിൽ 3 മണിക്ക് എണീറ്റിട്ട് ഇവർ പോകണം. ഒരു വണ്ടിക്ക് പോകാൻ ഇവർക്ക് സാധിക്കണം. അതിനിപ്പം സാധിക്കുന്നില്ല. ഇപ്പം പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഹൈവേ കൂടി പോയിട്ട് അവിടെ ബ്ലോക്ക് കുടുങ്ങി കടലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ മത്സ്യം ഉണ്ടാവില്ല. ഒരു കൂട്ടർക്ക് മത്സ്യം കിട്ടും, ഒരു കൂട്ടർക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കടലാക്രമണത്തിൽ റോഡുകൾ തകരുന്നത് ഇവിടെ പതിവാണ്. 3 മാസം മുമ്പ് ഇതേ ഭാഗം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇവിടമാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ റോഡിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തവണ റോഡ് തകർന്നപ്പോൾ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയിട്ടും പാലിക്കപ്പെട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവണീശ്വരം മുക്കൂട് സ്വദേശി അജേഷാണ് ഇന്നലെ വൈകിട്ട് പുഴയിൽ ചാടിയത്. ചെമ്പരിക്ക കല്ലുംവളപ്പിലെ കടപ്പുറത്താണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചതിനു ശേഷമാണ് ഇയാൾ പുഴയിലേക്ക് ചാടിയത്. ഇയാളുടെ സ്കൂട്ടർ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. തൃശൂരിൽ ട്രെയിൻ ബോഗി വേർപെട്ടു. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. വള്ളത്തോൾ നഗറിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമായിരുന്നു സംഭവം. ബോഗി ചേർക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സകലമാന കേരളത്തിൽ ഇനിയൊരു ഇടവേള. തൃശൂർ മരോട്ടിച്ചാലിൽ വീണ്ടും കാട്ടാനയിറങ്ങി. തുടർച്ചയായ 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത്. ചുള്ളിക്കാവിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഇന്നലെ ചീരക്കുണ്ട് ഭാഗത്ത് കാട്ടാനക്കൂട്ടം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. നെല്ല്
സംഭരിച്ച് 2 മാസത്തിലധികമായിട്ടും പണം ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ലയിലെ നെൽ കർഷകർ. ഈ സാഹചര്യത്തിൽ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് ജില്ലയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. പ്രതിഷേധം പ്രക്ഷോഭത്തിലേക്ക് വഴിമാറുമ്പോൾ 100 മേനി വിളയുന്ന പാടങ്ങൾ തരിശുനിലങ്ങളായി മാറിയേക്കും. 85 കോടി രൂപയാണ് സപ്ലൈകോ മലപ്പുറം ജില്ലയിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ളത്. പൊന്നാനി കോൾ മേഖലയിലെ കർഷകർക്ക് മാത്രം 30 കോടി രൂപയുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു സംഭരണം. മാസം ഇത്ര കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണം മാത്രം വന്നില്ല. അധികൃതരോട് ചോദിക്കുമ്പോൾ ആരും കൃത്യമായ മറുപടി നൽകുന്നുമില്ല. ഇനി കടം വാങ്ങാനിടമില്ല, പണയം വയ്ക്കാൻ ബാക്കിയൊന്നുമില്ല. പ്രത്യക്ഷ സമരമല്ലാതെ വേറെ വഴിയില്ലെന്നും കർഷകർ. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും, അത് നമ്മൾ എന്ന രാഷ്ട്രീയം എന്നുള്ളതല്ല, രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക. അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവര് കാണേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഒരു സ്ഥിര വരുമാനമില്ലാത്ത ആളുകളാണ്. കർഷകർ എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയാണ് അവർക്ക് കിട്ടേണ്ടത്. അത് വായ്പ വാങ്ങിയിട്ടാണ് ഭൂരിഭാഗം കർഷകരും ഈ പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഉടനടി കൊടുക്കണം. അത് കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകാത്ത ഒരു സാഹചര്യത്തിലാണ് കർഷകർ സംഘടിതമായ സമരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 28 രൂപ 32 പൈസ എന്ന സപ്ലൈകോയുടെ നല്ല വില വാഗ്ദാനത്തിൽ വിശ്വസിച്ചതാണ് ചതിയായതെന്നും സ്വകാര്യ മില്ലുകൾക്ക് നൽകിയാൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നും ഇവർ പറയുന്നു. ഞങ്ങളിൽ നിന്ന് സ്വകാര്യ കമ്പനികൾ ഇപ്രാവശ്യം വന്ന് സമീപിച്ചാണ്. അവർ 26 രൂപയ്ക്ക് ഞങ്ങളെ നെല്ല് എടുക്കാമെന്നും പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവർക്കാർക്കും കൊടുത്തില്ല. ഞങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾ ഈ ദുരിതത്തിൽ ഉണ്ടാവില്ല. 2 രൂപ അധികം തരും എന്നുള്ളൊരു വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചു അല്ലേ? അതിന് ഞങ്ങൾ 5 രൂപ പലിശയാണ് ഞങ്ങൾ പോണത്. 2 രൂപ അവര് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ഇത്രയും ഫണ്ടുകൾ മേടിച്ചിട്ടുള്ളതിൽ 5-6 രൂപ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പൊ അതിലും നല്ല ഞങ്ങൾക്ക് പ്രൈവറ്റ് മില്ലുകൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. പണം ലഭിച്ചില്ലെങ്കിൽ ഇനി കൃഷി ചെയ്യാനില്ല എന്ന കടുത്ത നിലപാടിലാണ് പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. ഇപ്രാവശ്യം ജനറൽ ബോഡി കൂടി ഈ വർഷം തരിശായിട്ട് കിടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാ കർഷകരും മുന്നോട്ട് പോകാനുള്ള തീരുമാനം വെച്ചിട്ടുള്ളത്. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതിപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പ്രാബല്യത്തിൽ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും താങ്കളെ കൂട്ടിയാലും വേണ്ടില്ല, നമ്മളുള്ള നെല്ലിന്റെ പൈസ കൊണ്ടുപോയത് കിട്ടിയാൽ മതി. സർക്കാർ വാക്ക് വിശ്വസിച്ച് കൃഷി ഇറക്കിയവർ വിയർപ്പിന്റെ വില തേടി പ്രക്ഷോഭത്തിന് തയ്യാറാകുമ്പോൾ നഷ്ടമാകുന്നത് സർക്കാരിന്റെ കാർഷിക നയങ്ങളിലെ വിശ്വാസ്യതയാണ്. ന്യൂസ് 18 മലപ്പുറം. മൂവാറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് വീടിന്റെ മതിൽ തകർത്ത് മുറ്റത്തേക്ക് തലകീഴായി മറിഞ്ഞു. വാഴക്കുളം തൈക്കുടിയിൽ നിതീഷ് ദിനേശനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജോസ് മോന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. MC റോഡിൽ കൊട്ടാരക്കര വാളകത്ത് വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെട്ടിക്കവല നിരപ്പിൽ സ്വദേശി വേണുവാണ് മരിച്ചത്. സ്കൂട്ടറിന് പിന്നിൽ സഞ്ചരിച്ച തലച്ചിറ സ്വദേശി സന്തോഷ് പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇരുവരും പെയിന്റിംഗ് തൊഴിലാളികളാണ്. ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ വാളകം MLA ജംഗ്ഷനിലായിരുന്നു അപകടം. ഇടുക്കി ഏലപ്പാറയിൽ സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടം. വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പരുക്കേറ്റു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. ഇവരെ പീരുമേട്ടിലെയും ഏലപ്പാറയിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പനയിൽ നിന്ന് കോഴിക്കോടിന് പോവുകയായിരുന്ന KSRTCയും കുട്ടിക്കാനത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസുമാണ് ഇടിച്ചത്. കാസർഗോഡ് പട്ടാപ്പകൽ ബസ്സിൽ നിന്ന് യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പയ്യന്നൂർ സ്വദേശി MK ഉദയമ്മയുടെ ബാഗിൽ നിന്നാണ് ആഭരണങ്ങൾ കവർന്നത്. പയ്യന്നൂരിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാടെത്തിയ സ്വകാര്യ ബസ്സിലാണ് കവർച്ച നടന്നത്. ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3.5 ലക്ഷം രൂപ വില വരുന്ന 2 മാലകളാണ് മോഷണം പോയിരിക്കുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV പരിശോധിച്ചപ്പോൾ യുവതിയുടെ ബാഗിൽ നിന്നും മാലകൾ കൈക്കലാക്കുന്ന ദൃശ്യം കണ്ടെത്തി. മോഷണം നടത്തിയ സ്ത്രീയുടെ ദൃശ്യം വ്യക്തമല്ല. ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
വർക്കല പാപനാശം ക്ലിഫുകളുടെ സംരക്ഷണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന 7.5 കിലോമീറ്റർ ഭാഗത്ത് പലയിടത്തും കുന്നുകൾ ഇടിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിയമം ലംഘിച്ചുള്ള നിർമ്മാണങ്ങളായിട്ടും കുന്നിടിയാൻ കാരണമായി. സ്വാഭാവിക കുന്നുകൾ സംരക്ഷിക്കാൻ നടപടി ഇല്ലാത്തതിനാൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കടലിന് അഭിമുഖമായി കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന കുന്നുകൾ ഇപ്പോൾ പലയിടങ്ങളിലും അപകടകരമായ നിലയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് റിസോർട്ടുകളും ഹോട്ടലുകളും മറ്റു വ്യാപാര കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. പലതും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവയാണ്. വർഷങ്ങളായി കുന്നുകളുടെ പല ഭാഗങ്ങളും ഇടിയാൻ തുടങ്ങിയിട്ട്. ഈ മഴയിൽ കുന്നിന്റെ പല ഭാഗങ്ങളും അപകടാവസ്ഥയിലായി. ഗതാഗത നിരോധനവും ഏർപ്പെടുത്തി. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന വിശാലമായ ബീച്ചാണ് വർക്കല ടൂറിസം കേന്ദ്രത്തിന്റെ പ്രധാന ആകർഷണം. വർക്കല ഫോർമേഷൻ എന്ന ഭൂമിശാസ്ത്ര ഘടന ഈ ഭാഗത്താണുള്ളത്. വൻതോതിൽ ലാറ്ററൈറ്റ് ഉൾപ്പെടെയുള്ള ധാതു നിക്ഷേപം ഈ കുന്നുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കുന്നുകളിലെ ഉറവകൾക്ക് ഔഷധ ഗുണമുണ്ട് എന്നും പറയപ്പെടുന്നു. തിരുവമ്പാടി മുതൽ പാപനാശം ബലിമണ്ഡപം വരെയുള്ള ക്ലിഫിന്റെ മിക്ക ഭാഗങ്ങളും നിലംപൊത്തിക്കഴിഞ്ഞു. വിലക്ക് ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ തുടരുന്നുമുണ്ട്. ഭാരം മുഴുവൻ ബലക്കുറവുള്ള മണ്ണിലേക്ക് വരുന്ന വിധമാണ് ക്ലിഫിൽ നിലവിലുള്ള നിർമ്മാണങ്ങളെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിഫ് സംരക്ഷിക്കാൻ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചു മടങ്ങുകയാണ് അധികാരികൾ ചെയ്യുന്നത്. ന്യൂസ് 18 വർക്കല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റിന് ഗ്രാമിന് 6595, പവന് 52,760 രൂപ. സ്വർണം 18 കാരറ്റിന് ഗ്രാമിന് 5505, പവന് 44,040 രൂപ. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.